അവർ യൂട്യൂബ് ചാനൽ. ഫൈനലി ഗൈസ്, നമ്മൾ ഗ്രാനി വീണ്ടും കളിക്കാൻ പോവാണ്. അത്ര ഒരു ഇടവേളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും ഗ്രാനി കംപ്ലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ നോക്കണം ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഒരു വട്ടം കളിച്ചാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് ഈ പ്രാവശ്യം ചെറിയൊരു വേണ്ട ഗൈസ്, പിന്നെ കളിക്കാം. അതൊക്കെ ആദ്യം നമ്മൾ ഡിഫ്യൂസിൽ തന്നെ ഫസ്റ്റാണ് ജയിക്കട്ടെ ഗൈസ്. അല്ലെങ്കിൽ ഗൈസ്, ഇന്നൊരു സ്പെഷ്യലായിട്ട് നമുക്ക് ഹലോവിൻ ഇട്ടാലോ. സക്കും തിക്കും കളിക്കാം. സോറി, ഞാൻ എണ്ണ നോക്കട്ടെ ഗൈസ്. നമുക്ക് ഏത് ഇടാം നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളോട് ക്രിസ്മസ് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും ക്രിസ്മസ് ഇടാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ക്രിസ്മസ് മൂഡാണ് ഗൈസ് കളിക്കുന്നത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ആരും ചെറുട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പൊട്ടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിക്കുക, എന്നാലാണ് നമുക്ക് ആ ബട്ടൺ പൊട്ടിച്ചോളാം. കുഴപ്പമില്ല. ക്രിസ്തുമസിന് കുറേ വ്യത്യാസമൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ മുമ്പ് എന്നിട്ട് പോലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഗൈസ്. ഗൈസ്, ഗ്രാനി ഒറ്റയടിക്ക് ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് പെയിൻ്റ് അടിച്ചത്? അതൊക്കെയാണൂടെ പെയിൻ്റ് അടിച്ചു ഗൈസ്. ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. എടാ, ഇത് അതാണ് ഗൈസ് ഗ്രാനി അപ്പൂപ്പം പോലെയാണ് ഗൈസ് വരണത്. BGM കൂടൊക്കെ വേറെയാണ് ഗൈസ്. നിങ്ങളുടെ എനിക്ക് ട്രിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാ ട്രിക്ക്. ജയിക്കും നടക്കും. ഈ ഗ്രാനി എന്താണ് ഗൈസ് ഇങ്ങനെ? ഈ പ്രാവശ്യം നമുക്ക് ജയിക്കാൻ പറ്റുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉണ്ടാകും. ഇവിടെ കാറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എപ്പോഴാണ് അറിയണത്? ഗ്രാനി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഗ്രാനി എന്തോ അപ്പൂപ്പൻ്റെ ജസ്റ്റാണ്. എന്നിട്ട് കയറിക്കോ, കയറി വിട്ടോ വാസൂട്ട്. മുകളിലേക്ക് കഴിക്കാം. പക്ഷെ ഗ്രാനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ക്രിസ്മസ് കൂട് ഗൈസ്. ഇവിടെ ക്രിസ്മസിൻ്റെ കൂടൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പേര് ഗൈസ് പുലിക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഗ്രാനി ഇത്ര പെട്ടെന്ന് ഒരുക്കി ഗൈസ് സ്ഥലങ്ങളൊക്കെ. അതെ, കൊണ്ട് ഗൈസ് ഈ ഗ്രാനി എങ്ങനെയാണ് എന്നെ പിടിക്കാൻ നടക്കുന്നത്? ഏതാണ് എനിക്ക് മനസ്സിലാവാത്തത്? തോന്നുന്നു ഡോർ തോന്നുന്നു ഗൈസ്. ഇതേതാണ് സ്ഥലം? ഇതൊക്കെ വെക്കാൻ പറ്റും. എന്തായാലും ഗ്രാനിക്ക് ഇവിടെ സന്തോഷമായിട്ടാണ്. ഗ്രാനിക്ക് നല്ല വരാൻ പറ്റില്ലേ? അപ്പോൾ ഗ്രാനിക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇതൊന്നാണ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. ഇവിടെ മണിയുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഗ്രാനി വരുന്നു. ഇപ്പോഴെന്തായാലും എടുത്ത് അടിക്കണം എന്നാണ് തോന്നുന്നുണ്ട് ഗൈസ്. സുഖമായി ഇതാടാ ഗ്രാനി അമ്മച്ചെത്തിണ്ട്. സോ ഈ വഴിക്ക് നമ്മൾ നൈസായിട്ട് പോകുന്നു ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. എളുപ്പം പരിപാടിയാണ്. പിടിച്ചാൽ നമ്മൾ ചാവുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ഗെയിം. പിടിച്ചാൽ ചത്തു. ഗെയിം അങ്ങനെ ഗൈസ്. തണ്ണിമത്തം കിട്ടി ഗൈസ്. സംതിങ് ഇൻസ്റ്റൈഡ് ദിസ് മെലൺ ഗൈസ്. മെലൻ്റെ ഉള്ളി എന്തോ ഉണ്ടാവുന്നു. ചിലപ്പോൾ മെലൻ്റെ അടുത്ത് കഴിക്കാൻ മതിയില്ല. എന്തിനാണ് ഗൈസ് എൻ്റെ ഉള്ളിലൊക്കെ വെറുതെ കിട്ടുന്നത് മനസ്സിലാക്കുന്നത്? മെലൻ്റെ കണ്ടത് പക്ഷേ ഗ്രനൊക്കെ വട്ടം ചുറ്റിക്കണം. ക്രിസ്മസ് പൊട്ടി ഗൈസ്. ബുക്ക് ഇട്ടിരിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ഓർമ്മ വന്നു ആ ബുക്ക്. ക്രിസ്മസ് പൊട്ടി തുറക്കാൻ വരും. കഷ്ടാണ് ഗൈസ്. പിടിച്ചു. എനിക്ക് മാത്രമാണ് ഗൈസ് ഇങ്ങനെ നടക്കുള്ളൂ. ഞാൻ എന്ത് ചെയ്യാൻ നോക്കിയാലും ഈ ഗ്രാനി എന്നെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കും. ഇതിനകത്ത് വരെ ട്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ട്രിക്കൊക്കെ ചെയ്താണേ. അപ്പോൾ ട്രിക്കൊന്നും ചെയ്യാൻ പറ്റാതെ എൻ്റെ പ്രശ്നമായി പോയി. അല്ലാതെ ഞാൻ ഒറ്റയടിക്ക് ഗെയിമൊക്കെ ചെയ്ത് പോയാണ്. ഒറ്റയടിക്ക് കളിക്കാൻ പറ്റുള്ള കുറച്ച് സീനാണ് ഗെയിം.
ഞാൻ എപ്പോഴും എന്തായാലും ഫോട്ടോ ഒക്കെ നിർത്തട്ടെ. അതിലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പോയില്ലേ ഗൈസ്? ഞാൻ ചമ്മിപ്പോയിരിക്കുന്നു. ഞാൻ ഇവിടെ ഒന്ന് തുറന്നു നോക്കിയില്ല ഗൈസ്. എന്തായാലും എന്താ ഗൈസ്? ഇങ്ങനത്തെ ഹൊറർ ഗെയിംസ് കളിക്കാൻ എനിക്ക് ഇതാണ് ഗൈസ് ഇഷ്ടമല്ലാത്തത്. എന്തോ ഞാൻ വരുത്തിട്ട് ഗൈസ് ഫ്രഞ്ച് എന്തോ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഐഡിയ വന്നു ഗൈസ്. ഞാനിലേക്ക് പോയി ഇപ്പം എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കൂട്ടിയിടാം. ഇവിടെ എന്തോ സാധനത്തിന് അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടാ ആ പെട്ടി ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ പെട്ടിയിൽ എന്തായിരുന്നു ഗൈസ്? അത് മാത്രമേ ഓർമ്മയില്ല കേട്ടോ. തുറക്കാതെ ഇവിടെ എനിക്ക് ഈ വാട്ടർ കൊണ്ട് അടിക്കണം എന്ന് മനസ്സിലായി ഗൈസ്. അതായത് ഈ സാധനം എന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ദാറ്റ്സ് നോട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ വിളിക്കാൻ പറ്റുമോ ഗൈസ്? ഈ സാധനത്തിനകത്ത് വിളിക്കാൻ പറ്റുമായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ എങ്ങനെയാണ് പേടിക്കുന്നത്? ഏത് ഗ്രാനിയുടെ അപ്പം വന്നാൽ എനിക്ക് ഈ ഭർത്താവുന്നില്ല ഗൈസ്. ഞാൻ ഒറ്റയാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇപ്പം എന്തായാലും ഗൈസ് വണ്ടി വിട്ടോടാ വാസുട്ടി. ജസ്റ്റ് മിസ്സിനാണ് പിടിക്കാത്തതെന്നാണ് തോന്നുന്നത്. ഞാൻ കയറി വരാൻ കുറച്ച് സമയം പിടിക്കും. ആ സമയത്തിനുള്ളിൽ കേസ് ഇവിടെ ബുക്ക് ഇരിക്കുന്നുണ്ട്. കണ്ടിട്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുള്ളൂ. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ബുക്ക് എടുത്തോണ്ട് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തില്ല കേസ്. അതുകൊണ്ട് ഏതോ കുട്ടി കുരങ്ങാന്ന് കേസ്. ഏതോ കുരങ്ങനാണ്. കുരങ്ങല്ല കേസ്, ക്രിസ്മസ് അപ്പൂപ്പനാണ്. പക്ഷെ ഇയാളേതോ ഡെവിളാന്ന് തോന്നുന്നു. പിടിക്കാനൊക്കെ തോന്നുന്നു കേസ്. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ബെറ്റർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ്. ഇവിടെ എല്ലാ ദിവസവും തുറന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് കേസ്. എടാ ഈ പ്രാവശ്യം ക്രിസ്മസ് ആയ. കഴിഞ്ഞ പ്രാവശ്യം വേറെന്തോ മേഡം വേണ്ട. ഗ്രാനി എവിടെയാണ്? പിന്നെ മറ്റവൻ ഏതാണ് കേസ്? അവനെ മാത്രമേ അറിഞ്ഞൂടാ. എന്തോ കാർക്ക് കിട്ടി കേസ്. കാർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ താഴെ പോകണം. പക്ഷെ അവൻ എവിടെയാണെന്ന് നോക്കണം. പിന്നെ കുട്ടി പിശാചും ഉണ്ട് കേസ്. ഗ്രാനി എവിടെയാണോ എനിക്കൊരു ഡൗട്ടുണ്ട്. അവിടെ തന്നെയാണോന്ന് എനിക്കറിയില്ല കേസ്. അവിടെ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി എടാ കുട്ടി പിശാച് വരുന്നുണ്ടല്ലോ കേസ്. കയറി അവനെ കാണാൻ പാടില്ല കേസ്. ആ സീനാണ്. രണ്ടുപേരും കൂടി ഒരുമിക്കുക. കണ്ടു പേടിച്ചോടുക്കുക. ഓടിക്കൊടുക്കുക. രണ്ടുപേരും വരാണ് കേസ്. ഇതെന്ത് കളിയാണ്? ചീറ്റിംഗ് കേസ്, കള്ളകളി. ഇവിടെ എവിടെയെങ്കിലും ഗ്രാനി ഇതാണ്. ആ കാക്കി വെച്ച് നമ്മൾ ബാക്ക് തുറക്കാണ്. ഇടിക്കുക കഴിഞ്ഞില്ലേ? എടുക്കുക. വണ്ടി വിട്ടോ വാസുട്ടി. പക്ഷേ കഴിച്ച് നമുക്ക് മറ്റേ ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. അവനാണ് കുറച്ച് സീനെന്നൊക്കെ പറയാനുണ്ടെങ്കിൽ തള്ളാനെ കൊണ്ട് കുറച്ച് സീനായാലോ പോയി. നമുക്ക് ഇതൊന്ന് വട്ടം കറക്കിയിട്ട് പോവാം. വണ്ടി വിട്ടോ അങ്ങോട്ട്. വണ്ടി വിട്ടോ വാസുട്ടി. നമ്മൾ ഇവിടേക്കല്ലേ കേസ് മുന്നേ പോയത്. അപ്പം മറ്റവരുണ്ടാവും കേസ്. മറ്റവരുണ്ടെങ്കിൽ എനിക്ക് ചുക്കാണ്. ഞാൻ എന്തായാലും സൗണ്ട് കേട്ടാൻ വരും. മനസ്സിലായി? എടാ കാറിൻ്റെ അകത്ത് എനിക്ക് ഈ കാറിൻ്റെ അകത്തിരിക്കാൻ പറ്റും ഗൈസ്. അതെ ഗൈസ് നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ പിടിക്കാൻ പറ്റില്ലല്ലോ ഗ്രാനിക്ക്. നല്ല കാര്യം ഗൈസ്. എന്തായാലും വെപ്പൺ കീ എന്ന് പറഞ്ഞ ഏതോ കീ കിട്ടിയിട്ടുണ്ട്. ഏത് കീയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഞാൻ ഏതൊരു പേട്ട വീട്ടിലാണ് ഗൈസ് വന്ന് പെട്ടത്.
ഇവിടെ വീഴും. ഇവിടെ ഉണ്ടമ്പ് ഇവിടെ ഇവിടെ ഞാനൊരു ഷോട്ട് കണ്ടതാണ്. റിയലാണോ ഫേക്ക് ആണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരിട്ടുണ്ട് കേസ്. ഇനിയാണ് ഞാൻ കളി കളിക്കാൻ പോകുന്നത്. ഈ സമയം കണ്ട് ഗ്രാനി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഗ്രാനിനെ ലോക്ക് ചെയ്തിട്ട് ആ സാധനം വിടണം കേസ്. ഗ്രാനിന് മറ്റേ സാന്റാക്ലോസ് വരാണ്. സാന്റാക്ലോസ് എത്തും ഏതോ ആളാണ്. ഞാൻ ഇത് തൽക്കാലത്തേക്ക് തുറന്നു വെച്ചിട്ടുണ്ട് കേസ്. ചെറിയൊരു സേവ്. ഗ്രാനി വന്നു കേസ്. നീ തുറന്ന സൗണ്ട് എങ്ങനെ കേട്ട് ഇങ്ങോട്ട് വരുമോ? പക്ഷേ കേസ് ഞാൻ കേട്ടിട്ടുള്ള ഗ്ലിച്ചാണ്. അറിഞ്ഞൂടെ കേസ് റിയലാണെന്ന്. കണ്ട ഗ്രാനിയുടെ പെട്ടിയില്ലേ കുറച്ച് കേസ്. എനിക്കൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ തോന്നുകയാണെങ്കിൽ ഗ്രാനി ഡെഡാവും. ബട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്രാനി അതിൻ്റെ അകത്ത് തന്നെ കിടക്കില്ലേ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഐ തിങ്ക് ഒന്നും പറ്റില്ലടാ. അവിടെ എൻ്റെ സ്പെഷ്യൽ കീന്ന് പറഞ്ഞ എൻ്റെ കീനായിട്ടാണ് അത് നടക്കില്ല. അതൊരു ഗ്ലിച്ചല്ലായിരുന്നു. സാധാരണ ഇതായിരുന്നു ഗൈസ്. പക്ഷേ ഗൈസ് ഞാൻ വിചാരിച്ച അവളെ നമുക്ക് എങ്ങനെ ലോക്ക് ചെയ്യണമെന്ന്. പക്ഷേ ആണെങ്കിൽ ഗ്രാനിക്കാണെങ്കിൽ തുറക്കാൻ പറ്റൂടാ ഗൈസ്. ഞാൻ വിചാരിച്ചു പുള്ളി ആ ഗ്രാനി അങ്ങനെ തന്നെ ഇരുന്നോളൂന്ന്. നമുക്ക് തണുക്കാലത്തേക്ക് ഗ്രാനി എങ്ങോട്ടാണ് പോണേന്ന് അറിയണ്ടേ. അപ്പോൾ ഈ സാധനമൊക്കെ തട്ടി മറിച്ചിട്ടിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം. എനിക്ക് വാതിലൊക്കെ തുറന്നു കൊടുക്കും, അത്രേ ഉള്ളൂ. മറ്റേ സാന്റാക്ലോസ് വരാതിരുന്നാൽ മതി. അവർ ഒടുക്കത്തെ സ്പീഡാണ്. ഗ്രാനി എപ്പോഴും ഈ വഴി നിന്നാണ് വരാൻ. കേട്ട് ഇവിടെ വന്നേ. ഇപ്പം ഗ്രാനെ കാണാനില്ല. ഗ്രാനേ ഗ്രാനിക്ക് എന്താണ് വന്നത്? ഗ്രാനിനെ കാണാനില്ല. ഇങ്ങനെ ഗ്രാനി ഡെഡായോ ഗൈസ്? കുട്ടിപ്പിശാച് അങ്ങോട്ട് പോകുന്നുണ്ട്. കളിയാണ്, കള്ളക്കളി ഗൈസ്. ഞാൻ പറയും ഇത് കള്ളക്കളിയാണ്, കള്ളക്കളി. എന്നെ പിറകിലുണ്ടായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് ഡേ 4 ഗൈസ് പണി പാളി ഗൈസ്. വെറും ഡേ 5 ദിവസങ്ങളുള്ളൂ. അല്ല നമുക്ക് സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ടാവില്ലേ? നമ്മൾ മറ്റേ ബുക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ പിന്നെ അവിടുത്തെ സ്പൈഡർ സീനാണ് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അവിടെ വലിയ അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവന് ഇപ്പോൾ ഈ ഗ്രാനി ഈ റൂമിലായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഈ റൂമിലുള്ള ഗൈസ് അപ്പുറത്തെ റൂമിലാവും. ഈ സൈഡിലായിട്ടുണ്ടോ? അല്ല ഗൈസ് അപ്പം എന്തായാലും താഴെയാവും. നമ്മളെ കണ്ടോ വിളിക്കാം ഗൈസ്. ഗ്രാനി കണ്ടു എന്നാണ് തോന്നുന്നത്. ഈ ഗ്രാനി കണ്ടു ഗൈസ്. പിടിക്കല ഗൈസ്. പിടിക്കല. ഞാനൊരു ഷോട്ട് കണ്ടതാണ് ഗൈസ്. അവർ ബെഡിൻ്റെ അടിയിൽ നിന്നാലും പിടിക്കും. ഞാൻ കണ്ടതാണ് ഗൈസ്. ഞാനൊരു ഷോട്ട് കണ്ടു. അയ്യേ എടാ ഗൈസ് ഗ്രാനി ഡ്രസ്സൊന്നും മാറിയിട്ടില്ല ഗൈസ്. ഗ്രാനി എന്ന ഡ്രസ്സിൻ്റെ മേലാക്കൂടെ ഒരു നൈറ്റ് ഇട്ടേക്കാണ്. അല്ലാതെ ഡ്രസ്സൊന്നും മാറ്റില്ല ഗൈസ്. എന്ത് കഷ്ടമാണ് ഗ്രാനി. ഗ്രാനി അങ്ങ് മുകളിലേക്കാണ് പോയത്. അപ്പോൾ കുട്ടിപ്പിശാച് മുകളിലേക്കാണ് പോയത്. അടച്ചിട്ടേ ഞാൻ പോണ്. ഞാനങ്ങനെ ഇവിടെ നിൽക്കാം. എനിക്ക് ആ വെപ്പൺ കീ എങ്ങനെയും കിട്ടണം ഗൈസ്. അപ്പോൾ ഈ കുട്ടിപ്പിശാച് ഏതാണ്? ഇതെന്താണ് ഗൈസ് ചെയ്യണത്? എൻ്റെ കയ്യിലുള്ള സാധനം തട്ടിട്ട് ഗൈസ്. ആ കുട്ടിപ്പിശാച് നമ്മളൊന്നും ചെയ്യില്ല അല്ലേ? ഗൈസ് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ സൗണ്ട് ഇട്ട് എന്തായാലും ഗ്രാനി അങ്ങോട്ട് പോകും. ഞാൻ ട്രിക്ക് ചെയ്യണേക്കാൾ മുന്നേ ഈ കീസ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. ഈ സൗണ്ട് ഇട്ട് എന്തായാലും ഗ്രാനി ഇങ്ങോട്ട് വരും. ഗ്രാനിക്ക് ആ സ്ഥലം ഇങ്ങനെ ഓർമ്മ കിട്ടിയിട്ട് ഞങ്ങൾ എന്നെ കൂട്ടാൻ വരുമോ ഗൈസ്? അത് മാത്രമാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തുള്ളൂ. അവിടുത്തെ സാധനം ഓണി വെച്ചാണ് കേട്ടോ. ഇപ്പോൾ ഗ്രാനി വരും. ഗ്രാനി വന്ന് അടച്ചോ. സാധനം പോയി. ഗ്രാനി കൊണ്ട് പൊടിച്ച് കളഞ്ഞ കൈ സാധനം. കണ്ടു
കഴിഞ്ഞ സാധനം പൊട്ടിച്ച് കളഞ്ഞു ഗൈസ്. അത് എന്ത് കഷ്ടാണെന്ന് നോക്കി. ഞാൻ കറണ്ട് എടുത്ത് കയറി കഴിച്ച് നൈസായിട്ട്. ഞാൻ കുറച്ചേരം മിണ്ടാതിരുന്നെങ്കിൽ ബോറൊന്നും അടിച്ചിട്ടുണ്ടാവില്ലല്ലോ ഗൈസ്. ഞാൻ ഗ്രാനി വന്നോണ്ടേ ഗൈസ്. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് ഗ്രാനി വന്നാൽ ചെറുതായിട്ട് ഒന്ന് ടെൻഷനാവും. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് ഇതിൻ്റെ കാർ എസ്കേപ്പൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് ഗൈസ്. അത് ഞാൻ ഒറ്റ എസ്കേപ്പ് പോലും ചെയ്യണില്ല ഗൈസ്. എങ്ങനെയെങ്കിലും ഗ്രാനെ ഡിഫൻസിൽ നിന്ന് ഇങ്ങനെ ഗ്രാനെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഹൗ മാത്രം ഗ്രാനി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും കണ്ട് ഈ ഗ്രാൻഡ് കണ്ട് കഴിയും. നിങ്ങൾക്കറിയാലോ ട്രാപ്പിൽ പെട്ടാൽ പിന്നെ നമ്മൾ ഡെഡായി. ട്രാപ്പാന്ന് കഴിച്ച് ഞാൻ വിചാരിച്ചു ഗൈസ്. ട്രാപ്പ് ഉണ്ടായിരുന്നില്ലേ. ട്രാപ്പിൽ കുടുങ്ങാതെ പോകാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഷോർട്സിൽ കണ്ട ട്രിക്ക് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഗൈസ്, ട്രാപ്പിൽ കുടുങ്ങുകയാണെങ്കിൽ ഗൈസ് പിന്നെ ഞാൻ കയറി ഗൈസ്. നമുക്ക് ബാക്ക് കാണാൻ പറ്റില്ല അല്ലേ. ഇതൊരു പ്രശ്നമാണ്. ആ പ്രശ്നമൊക്കെ എനിക്ക് ചുക്ക് പ്രശ്നമാണ് ഗൈസ്. എന്തായാലും കഴിഞ്ഞു. ഞാൻ എന്താണ് ഗൈസ് അവിടെ തന്നെ നിൽക്കണത്. ഒന്ന് പോതള്ളേ. കിജി കൂടെ എടുക്കാൻ പറ്റും. അയ്യ ഇത്ര എളുപ്പമാണ് എടുക്കാൻ. നമ്മൾ എടുത്തേക്ക് തന്നെ പോയിട്ട് എടുക്കാന്ന്. അവിടെ ട്രാപ്പ് ഇട്ടുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ ഈ വഴിക്ക് മാത്രം പോയില്ലല്ലോ. ഞാൻ ഈ വഴിക്ക് കൂടി പോകുന്നുണ്ട്. എന്തായാലും സൗണ്ട് കേട്ട് ഗ്രാനി വരും. പക്ഷെ ഇവിടെ എന്താണ് ഇതാണോ ഗൈസ്. ഇത്രയും പെട്ടെന്ന് ഡേ 4 ആവുന്നു. ഞാൻ പിന്നെ മറ്റേ കുട്ടി പിശാചുണ്ട് ഗൈസ്. എന്തായാലും സൗണ്ട് കേട്ട് ഗ്രാനി ഇങ്ങോട്ട് വരും. അവിടെ കയറാൻ മുളകി കയറാൻ കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ്. എന്താണ് തുറക്കാൻ പറ്റും. വെപ്പൺ കിട്ടി. ഇത് ഇതിനാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. വെപ്പണിക്ക് ഞാൻ നോക്കിക്കോട്ടെ ഗൈസ്. ഏതിക്കൂടെയാണ് ഗ്രാനി വരുന്നത് എനിക്കൊന്ന് കാണണം. ഗ്രാനി എത്തി. വാ ഗ്രാനി. കൊല്ലാൻ പറ്റും. കൊന്നു ഗൈസ്. കൊന്നു മാറിക്കെങ്കിൽ ട്രാങ്കുലേറ്റർ ഇട്. എടാ ഇങ്ങോട്ടോടെ പോകുന്ന എടുക്കങ്ങട് ഗൈസ്. ട്രാങ്കുലേറ്റർ അങ്ങോട്ട് നിൽക്കണില്ലല്ലോ ഗൈസ്. നിൽക്കുക ഗൈസ്. ഈ ട്രാങ്കുലേറ്റർ നിൽക്കണില്ല. എടുത്തു. ഇനി ഗ്രാൻഡിനെ പൂശാലോ ഗൈസ്. പിന്നെ നമുക്ക് സ്പൈഡർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിലത്ത് കിടക്കുന്നുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് എന്തായാലും 120 മിനിറ്റ്സ് അല്ല ഗൈസ്. 120 ആണോ ഞാൻ കണ്ടില്ല ഗൈസ്. എത്ര മിനിറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അത്രയ്ക്ക്. എൻ്റെ സൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാലും ഗ്രാൻഡ് ഡിഫൻസുള്ള ഐറ്റം കിട്ടി ഗൈസ്. ഇതെന്താണ്? ഇത് കാർക്കാണ്. ഈ കാർക്ക് ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ വീൽ ക്രാങ്ക് ഇരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ദൈവത്തിനറിയാം ഗൈസ്. എനിക്കറിഞ്ഞൂടാ. പിന്നെ ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഗൈസ്, നമ്മളറിയാതെ 2ഉം 3ഒക്കെ നെക്കിയത്. അതുപോലെ നമുക്ക് നമ്പറും മറ്റേ കുട്ടി ഫിഷായിട്ട് വരണേക്കാൾ മുമ്പ് ഞാൻ പോവാണ് ഗൈസ്. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. പിന്നെ സ്പൈഡറാണ് ഗൈസ് സീന്. നിങ്ങൾക്കറിയാലോ, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ മനസ്സിലാവും. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആഗനസൻ്റെ ആരോൺ എന്നാണ് ചാനലിൻ്റെ പേര്. നൈസായിട്ട് കയറി കാണുക ഗൈസ്. പണ്ടൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടാറ് മോശമായിട്ടാണ്.
എടാ ഇതേടെ സ്പൈഡർ ഇതൊന്നും ചെയ്യില്ല. മറ്റേ വെൽത്താണ് ചെയ്യുന്നത്. ഇത് ഗ്രാനി ജയിച്ച പാർട്ട് ഓഫ് ദ ഷോട്ട് ഗൺ അങ്ങനെ പോയിക്കോ. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് ഇടാം ഗൈസ്. അങ്ങോട്ട് ഇവിടെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ പേടിപ്പിച്ചാണ്. ഇങ്ങോട്ട് തന്നെ എന്താ ഹാമർ കിട്ടി ഗൈസ്. എന്തായാലും കിട്ടിയതല്ലേ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാം കൊണ്ടിടാം. ഞാൻ കൊണ്ടിട്ട് വരണത് അത് എന്നെ വീണില്ലേ. അതെ ഇത്രയും എഴുന്നേറ്റുണ്ടാവും ഗൈസ്. എന്തായാലും എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട്. ആള് പോയാ സ്പൈഡർമാൻ എന്താണ് പോയത്? കണ്ടു എടാ ഈ സാധനമാണ് സ്പൈഡർ. മാമയാണെന്നാണ് തോന്നുന്നത്. അത് ഗ്രാനിയാണ്. പക്ഷെ ഇങ്ങനെ സ്പൈഡറായേ ഇയാള് അങ്ങോട്ടാണ് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാം. സിമ്പിൾ. സ്ഥലങ്ങൾക്ക് ഇതെന്ത് ഇങ്ങോട്ട് പോകാൻ പറ്റൂട്ടെ. ഇങ്ങോട്ട് ഇതേത് സ്ഥലമാണ്? ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും എനിക്ക് വരണ്ട. ഇതൊക്കെ ഏത് സ്ഥലമാണ്? ദൈവത്തിനാണ് അറിയാമോ? എനിക്കറിഞ്ഞൂടാ. പഠനപ്പുറത്താണ്. നമ്മൾ വന്ന സ്ഥലത്ത് അങ്ങനെ എത്തിയില്ലേ. കേൾക്കോ വേറൊന്നുമില്ല. എന്തായാലും വരും. അവിടെ വീൽ ക്രാങ്ക് വെച്ച് അവിടെ തിരിക്കേണ്ടെന്നാണ് കഴിച്ചത്. നമ്മളത് വീൽ ക്രാങ്ക് ഇവിടെ ആയിട്ട് തന്നെ കണ്ടില്ലേ. എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ അത് ക്ലിയർ ചെയ്യാതെ ഞാൻ അങ്ങോട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സമയത്തേക്ക് പോകുന്നുണ്ടാവും. ഡൗട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനോട് വിളിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. ഞാൻ എടുക്കാൻ പറ്റില്ല അല്ലേ. ഗ്രാനി വന്നിട്ട് പോട്ടെ കേസ്. എന്നിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ വീൽക്കാരടുത്ത് പോകും. ഞാൻ ഇവിടെയാണ് എല്ലാ സംഭവങ്ങളും. ഞാൻ അങ്ങോട്ടേക്കേ ഇല്ല കേസ്. ഞാൻ തിരിച്ചു പോകാം. എന്തായാലും ഇവിടുത്തെ വീൽ ക്രാങ്ക് എടുത്ത് തിരിക്കാൻ പോണ്. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഹാമർ കിട്ടി, വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടി. പക്ഷേ ഇവരെ കൂടെ തിരിച്ചു പോകാൻ പറ്റില്ലേ. ഇതെന്ത് കളിയായി പോയി. ഇവിടെ ഉണ്ട്. അത് ശരി. എന്തായാലും ഗ്രാനി എത്തി കഴിച്ചു. ഇപ്പം എന്തായാലും പൂശാൻ പറ്റില്ല. എന്തായാലും പൂശിയിട്ടാണ് ഞാൻ പൂവെള്ളം വെച്ചത്. മറ്റേ ചെറുക്കനെ പൂശാൻ പറ്റുന്ന എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ആ ചെറുക്കനെ അങ്ങനെ ഡിസ്റ്റർബൻ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നുള്ള കേസ്. അത് കുഴപ്പമൊക്കെ ഉണ്ട്. തള്ളെന്താണ് ചെയ്യാത്തത്. ഇയാൾക്ക് എന്താണ് കേസ് നമ്മുടെ ഗെയിം പ്ലേ നിർത്തേണ്ട പോയെന്നാണ് കേസ് തോന്നുന്നത്. എൻ്റെ ചാർജൊക്കെ തീരാറായി. ഇപ്പം എത്ര നേരമൊക്കെ നമ്മൾ കളിക്കണേ. ചാർജ് തീർന്നിട്ടാ. ഇനി നീ വാടി ഗ്രാനി പെണ്ണേ. പ്ലീസ് ക്രോസ് ബോർഡ് ഉണ്ടില്ല. എൻ്റെ ദൂരമാണ്. ഗ്രാനെ ഫോളോ ചെയ്ത് അടിക്കുന്നു. ഈ ഗ്രാനിനെ കണ്ട് ചേടാ അതിനെ
ട്രാപ്പ് കളയാൻ പോടി ഗ്രാനി. നിൻ്റെ ഒരു ട്രാപ്പും കൂടെ നടന്നുകൂടാ. നീ പോയോ കുറച്ച് ദൂരം നോക്കട്ടെ. അല്ല ഗൈസ് ഇവിടെ എന്നെ ട്രാപ്പ് ഇടാൻ നിൽക്കണം. Hey Granny, where are you? Shut up guys. ട്രാങ്കുലർ ഗൺ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ എൻ്റെ ഈ സാധനം ഇത് ഇവിടെയും ഡ്രോപ്പ് ചെയ്തു. മൊത്തത്തിലും പണി പാടിയെന്ന് പറയാം. ലാസ്റ്റ് ഡേ ആണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഇതായിട്ട് ഗൈസ് ഇതായിട്ട് ഗൈസ് നമ്മൾ കുറച്ചുകൂടി മച്ചുവറായിട്ടുണ്ട്. പിന്നെ മുകളിലിട്ടതാണ് ഗൈസ് തോന്നുന്നത്. എവിടെയാണ്? അവിടെയാണെങ്കിലും വേഗം വരണം. ക്രോസ് ബോർഡ് എവിടെയാണ്? Hey Granny, I want to play hide and seek. Please come. ഗ്രാനിനെ വിളിച്ചിട്ടൊന്നാണ് ഗ്രാനി വരാത്തത്. ഞാൻ രണ്ട് സൈഡിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വാ ഇത്രയ്ക്ക് ദൂരത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത്രയ്ക്കും പറ്റും എനിക്കറിയാം. അവിടെ ചട്ട അവിടെ ജസ്റ്റ് 2 മിനിറ്റ്സിനാണ് ബസ് പോണത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പുറത്താണ് സാധനം കിടക്കുന്നത്. ഇത്ര മാരക്കങ്ങട്. എന്തായാലും നമ്മുടെ ഗെയിം തീരാറില്ല. നിങ്ങൾക്ക് അറിയാലോ. വേറെന്തൊക്കെയോ കിടക്കുന്നുണ്ട്. അല്ല ഗൈസ് എൻ്റെ വീൽ ക്രാങ്ക് അവിടെ. ഞാൻ വീൽ ക്രാങ്ക് അവിടെയാണ് ഡ്രോപ്പ് ഇട്ടത്. വീൽ ക്രാങ്ക് എവിടെയാണ് ഗൈസ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടത്? ഈ ക്രോസ് ബോ കിടക്കുന്ന സ്ഥലത്താണോ? ഗൈസ് ഇവിടെയാണ്. സോറി ഗൈസ്, സോറി ഫോർ മൈ ബിഗ് മിസ്റ്റേക്ക്. നമുക്കെന്തായാലും കളിക്കാനുള്ള ഇനിയും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഗ്രാൻ ഈ സമയത്തിനുള്ളിൽ എഴുന്നേറ്റുണ്ടാവുമോ? എഴുന്നേറ്റുണ്ടെങ്കിൽ എഴുന്നേക്കട്ടെ. അല്ല പിന്നെ ഇവിടെ ലാസ്റ്റ് ഡേ ആണ്. അല്ല പിന്നെ ലാസ്റ്റ് ഡേ എനിക്കൊരു ചുക്കുമല്ല. ഞാൻ ലാസ്റ്റ് ഡേയിൽ എസ്കേപ്പ് ആവും. ഞാൻ ന്യൂ മാസ്റ്ററിൻ്റെ ഒരു വലിയ ഫാനാണ് ഗൈസ്. ന്യൂ മാസ്റ്റർ കണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ പൊന്നു ഗൈസ്, ഇപ്പം തന്നെ ഞാനൊരു സ്ഥലം ഇവിടെ വന്നത്. ഇവിടെ ഫുള്ള് തപ്പിയതല്ലേ. ഇവിടെ തപ്പില്ല. ഇങ്ങോട്ട് പോയി ഈ സ്ഥലം മാത്രം അതേക്ക് ഇവിടെ തന്നെ വെക്കേണ്ടത്. ഇവിടെ അല്ലേ, ഇവിടെ എന്തോ പോകണ്ടല്ലോ. അതിവിടെ തന്നെയാണ് കേസ് വെക്കേണ്ടത്. ഇനി എന്തായാലും ആ ഗേറ്റ് തുറക്കണ്ട. എന്തായാലും പോട്ടെ. ഇവിടെ നിന്നാണ് കേസ് നമുക്ക് ഹാമർ കിട്ടിയത്. ഇപ്പോൾ സ്ഥലം എക്സ്പാൻഡായി. എന്താണ് കേസ് 2 വഴി ഒടുക്കി? ഇവിടെ നിന്നാണ് പ്ലേ ഹൗസ് കീയ. ഇതൊക്കെ എന്തിനാണെന്ന് പോലും എനിക്കറിയാം. പിന്നെയാണ് ഇത് കുറച്ച് നേരം കഴിച്ച് ഞാൻ കളിച്ചോണ്ടിരിക്കണത്. ഈ ഒന്നും മനസ്സിലാവണില്ല. നല്ല സിലബസ് ഞാൻ ഈ വഴിക്കൊന്നും പോയി നോട്ടെ. ഞാനിവിടെ വന്നതായിരുന്നു. ഇത് ഈ ഗെയിം കളിച്ചിടയ്ക്ക് തലവേദന പിടിച്ചു. എനിക്ക് തലവേദന പിടിക്കണ്ടെന്ന് അറിയില്ല ഗൈസ്. പെട്ടെന്ന് അങ്ങോട്ട് കോൺഫിഡൻസ് പോയി. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ തന്നെ ഗെയിം ഓവർ ഗൈസ്. ഫൈനലി നമ്മൾ ചത്തു. പക്ഷെ എങ്ങനെയാണ് ഈ പ്രാവശ്യം വരണത്? ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ.
ഗ്രാനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞാൻ ഗ്രാനിൽ എഞ്ചിനും ബാറ്ററും ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഗ്രാനി വണ്ടി ഓടിക്കാണ്ട്? ഞാൻ ഇത് ചേച്ചി കേട്ടോ, ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റേ തമ്മിലോട് ഞാൻ ട്രാപ്പ് ഇത് ഗെയിമാണ്. പക്ഷെ ഞാൻ വണ്ടിയിൽ എഞ്ചിനും അത് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാർക്കേട് തുറന്നിട്ടായിരുന്നു, അത് മാത്രം മതിയായിരുന്നു ഗെയിം എസ്കേപ്പ് ആവാൻ. അപ്പോൾ കാര്യം എന്തായാലും നമ്മൾ തോറ്റ സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കളിച്ച് തുടങ്ങിയിട്ടില്ല ഗൈസ്. നമ്മൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ തീർന്നിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് ഫൈനലി നമ്മുടെ വീഡിയോ തീർന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. പിന്നെ മറ്റേ കുട്ടി പിശാച് ഉള്ളതുകൊണ്ടാണ് ഗൈസ്. മറ്റേ ഗ്രാനിയുടെ ഏത് അസിസ്റ്റൻ്റ് ആണെന്ന് അറിയില്ല, അസിസ്റ്റൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പണി പാളിയത് നല്ല ഗൈസ്. അസിസ്റ്റൻ്റ് അങ്ങനെയൊന്നുമില്ല, വെറുതെ നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് തട്ടിട്ടിട്ട് പോവും, അല്ല വേറൊരു പ്രശ്നമില്ല ഗൈസ്. ഇനി നമ്മൾ ഏത് മോഡ് വേണം കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ ബൈ ബൈ. അടുത്ത വീഡിയോ വേഗം കാണാം. ബൈ ബൈ.